അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബിങ്ങളെ, ലൈവിലുള്ളവരൊന്ന് പറയൂ കേട്ടോ. AR മരുദൂർ വലൈക്കും അസ്സലാം. കബീർ വരുത്തോ എന്താ വരുവത്തൊടുക്ക സഫീർ വലൈക്കും അസ്സലാം. റഷീദ് ദാരിമി. റഷ്യ റസി, റഷീദ് കുഴിപ്പുറം, ലത്തീഫ് പാവണ്ണ, മുസ്തഫ മുസ്തു, EK റഷീദ് കുഴിപ്പുറം വലൈക്കും അസ്സലാം. കരീം ബാവ, കുറേ കാലമായല്ലോ കരീം ബാവനെ കണ്ടിട്ട്. ഹാരിസ് റഹ്മാനി, വാട്സപ്പിൽ ബന്ധപ്പെടാനുള്ള വാട്സപ്പിൽ ബന്ധപ്പെട്ട കിട്ടും. CH റഫീഖ് പുതുപ്പറമ്പ്, യഹിയ ഇർഷാദി, ഷറഫുദ്ദീൻ ES സാഹിബ്. എന്തായിരുന്നു പരിപാടി? അവിടെ ടൈപ്പ് ചെയ്തിട്ടോളൂ. ഹാരിസ് റഹ്മാൻ ഉസ്താദെ. സഫു ഷഹനാസ്, അൽഹംദുലില്ലാ. حفصة وسوداء.
ഷിയാബ് പറമ്പിൽ, സിറാബ് ചെങ്ങാനി, ആരിഫ് തണ്ണീർക്കോട്. ആരിഫ് തണ്ണീർക്കോടിൻ്റെ ഒന്നും ഒരു വിവരമില്ലല്ലോ. റസൽ റിയാൻ. വല്ലമ്മയുടെ ഉണ്ട്. കെ പി സാഹൽ, അബ്ദുൽ ഗനി, വൈസി മടവൂർ, മുഹമ്മദ് റബി, നുഫൈൽ നീലാഞ്ചേരി, ജാഫർ ജസ. നമുക്ക് തുടങ്ങാല്ലേ? രാത്രി കുറെ വൈകിയത് കൊണ്ട് കുറെ ആൾക്കാരെ കാത്തിരിക്കണ്ട. കെ റഷീദ് കുഴിപ്പുറം, അൽഹംദുലില്ലാ ഖൈർ. ഗഫൂർ AC. നമ്മുടെ അഡ്മിൻ ആരും എത്തിയിട്ടില്ലല്ലോ. ജാഫർ കുഴിയേങ്ങൽ, മക്കരപ്പറമ്പ്. ഇൻഷാ അല്ലാഹ് ദ്വാരക്ക്. കമറുൽ ഇസ്ലാം ഫൈസി, കെ അബ്ദുൽ കലാം പറമ്പ. നമുക്ക് തുടങ്ങാല്ലേ? പെട്ടെന്ന് നിർത്താലോ. ഹബീബിങ്ങളെ, മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന ടാഗ്ലൈനിൽ നമ്മൾ നടത്തുന്ന യാത്രയുടെ 477-ാമത്തെ എപ്പിസോഡ്. ഇന്ന് സയ്യിദത്ത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മുമ്പ് നമ്മൾ ഖദീജ ബിവിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ റമദാൻ 11, പ്രമുഖ അഭിപ്രായ പ്രകാരം റമദാൻ 11 അവരുടെ വഫാത്ത് ദിനമായതുകൊണ്ട് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആരിഫ് സാഹിബെ യാത്രയുടെ തിരക്കിലായിരുന്നത് കൊണ്ട് അവർ കാണാൻ. അസീസ് അറബി ഉൾവാർ, മാഷാ അല്ലാ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകെയുള്ള ലൈഫിൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് 38 വർഷമാണ്. വർഷമാണ്. ഇരുപത്തിയഞ്ചാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു മിനിറ്റ്, ചില പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ
അന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ആകെ വിവാഹ ജീവിതം 38 വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതിൽ അതായത് 25-ാം വയസ്സ് മുതൽ 63 വയസ്സ് വരെ 38 വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 25 വർഷവും ജീവിച്ചത് സയ്യിദത്തുന ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ്. അപ്പൊ നിങ്ങൾ കണക്കാക്കിയോട്ട് 38-ൽ നിന്ന് 25 പോയ ബാക്കി എത്ര ഉണ്ട്? 13 വർഷം അല്ലേ? ആണോ? 13 വർഷം മാത്രമാണ് ബാക്കിയുള്ള പത്നിമാരോടുകൂടെ റസൂലുള്ള ജീവിച്ചിട്ടുള്ളൂ. അപ്പോ ദാമ്പത്യ ജീവിതത്തിന്റെ നീണ്ട 25 വർഷം ഖദീജ ബിവിയുടെ കൂടെയാണ് ജീവിച്ചിട്ടുള്ളത്. അതായത് 25 മുതൽ 50-ാമത്തെ വയസ്സ് വരെ അവർ ഒരുമിച്ച് ജീവിച്ചു. നബുവത്തിന്റെ 10-ാം വർഷമാണല്ലോ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. റമദാൻ 11-ന്, അതായത് നാളെ മറ്റന്നാൾ. എന്താണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി ഖദീജ ബിവി മക്കയിലെ ഒരു വലിയ മെർച്ചന്റ് ആയിരുന്നു, നല്ല കച്ചവട പ്രമുഖയായിരുന്നു. അതീവ സമ്പന്നയായിരുന്നു. നമുക്കറിയാം, മക്കത്തെ രാജാത്തി എന്നൊക്കെ നമ്മൾ പാട്ടിൽ കേട്ടില്ല. അത്രയും വലിയ രാജാത്തിയായിരുന്നു ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. വിവാഹം കഴിഞ്ഞപ്പോൾ ഖുറൈശികളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ തുടങ്ങി. ഇന്ന മുഹമ്മദൻ ഫഖീർ, മുഹമ്മദ് ഒരു ദരിദ്രനാണ്, ഫഖീറാണ്. ഖദ് തസവ്വജ ബി അഗ്നൻ നിസാ, സമ്പന്നയായ ഖദീജ ബീവിയെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത്. ഫകൈഫ റളിയത്ത് ഖദീജത്തു ബി ഫഖ്രിഹി, ഭർത്താവിന്റെ ദാരിദ്ര്യത്തെ ഖദീജ എങ്ങനെയാണ് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞിട്ട് ശത്രുക്കളായ ഖുറൈശികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കാൻ തുടങ്ങി, അപമാനിക്കാൻ തുടങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ വിഷമമായി. ആളുകൾ ഖദീജ ബീവിയെ കളിയാക്കുന്നത് കണ്ടപ്പോൾ വലിയ വിഷമമായി. അപ്പോൾ ഒരു ദിവസം കഅബയുടെ മുന്നിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, ഖുറൈശികളിലെ പ്രമുഖന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ തന്റെ സമ്പത്ത് മുഴുവൻ, എന്താണ് ക്ലിയർ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കട്ടായമായി തോന്നുന്നുണ്ടല്ലോ. എന്താണ് അങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നോക്കൂട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറ. എന്നാലും കുഴപ്പമുണ്ടോ? അവ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി. എല്ലാ സമ്പത്തും ഭർത്താവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ഖുറൈശികൾ ഡയലോഗ് മാറ്റി.
എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും ഇങ്ങനെയുണ്ട്. എന്ത് ചെയ്താലും കുറ്റം, എന്ത് പറഞ്ഞാലും കുറ്റം, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറഞ്ഞു മുഹമ്മദുൻ നംസ മിൻ അഗ്നാ അഹ്ലി മക്ക, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മുഹമ്മദ്, വ ഖദീജ അംസത്ത് മിൻ അഫ്ഖരി അഹ്ലിഹാ, അവരിൽ ഏറ്റവും വലിയ ദരിദ്രയായി ഖദീജ മാറി. ഡയലോഗ് മാറി അല്ലേ? ഇത് കേട്ട് ഖദീജ ബിവി അത്ഭുതപ്പെട്ടു. ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരു വ്യാഖ്യാനം അനുസരിച്ച് സൂറത്തുൽ ളുഹയിലെ 8ാമത്തെ ആയത്ത് ഇറങ്ങിയത്. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. നബിയെ, അങ്ങേ നാം ദാരിദ്ര്യത്തിൽ നിന്ന് ഐശ്വര്യവാനാക്കിയില്ലയോ എന്ന് ഖുർആൻ ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സമ്പന്നയായ ഖദീജ ബീവി തന്റെ സമ്പത്തെല്ലാം നൽകിയപ്പോൾ പുണ്യ നബി ചോദിക്കുന്നുണ്ട്, ജിബ്രീലിനോട് ചോദിച്ചു, ബിമ ഉകാഫിഉ ഖദീജ, ഖദീജയ്ക്ക് ഞാൻ എങ്ങനെയാണ് പകരം ചെയ്യുക? സ്നേഹത്തിന് നമ്മൾ പകരം ചെയ്യണമല്ലോ. ഒരാൾ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ പകരം കൊടുക്കണം. എങ്ങനെയാണ് ഖദീജ ബീവിയോട് ഞാൻ പകരം ചെയ്യുക? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുകയാണ്, ഇന്നല്ലാഹ യുഖ്രിഉക അസ്സലാം വയഖൂൽ മുകാഫഅതു ഖദീജത അലൈനാ, അല്ലാഹു അങ്ങയോട് സലാം പറഞ്ഞിരിക്കുന്നു നബിയെ, ഖദീജ ബീവിയോട് നീതി പുലർത്തുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ബീവിയുടെ കാര്യം ഏറ്റെടുത്തു എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. നമ്മളത് കാണുന്നുണ്ട്. മിറാജിന്റെ രാത്രിയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുത്തും രത്നവും ഗോമേതകവും മരതകവും വജ്രവും വൈഡൂര്യവും സ്വർണവും വെള്ളിയും യാഖൂത്തും വമർജാൻ, ഈ മുത്തുരത്ന ഗോമേതക മരതക വജ്ര വൈര്യം കൊണ്ട് പണിതുണ്ടാക്കിയ ഒരു വെള്ളക്കൊട്ടാരം, സപ്തവർണ്ണ രാജികളിൽ ജ്വലിക്കുന്ന വർണ്ണക്കൊട്ടാരം പുണ്യനബി കണ്ടപ്പോൾ ലിമൻ ഹാദിഹിൽ ഖസ്റു യാ ജിബ്രീൽ, ഈ കൊട്ടാരം ആർക്കാ ജിബ്രീലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവ പറഞ്ഞു, ഹനീഅൻ ലഹാ ലഖദ് അഹ്സനല്ലാഹു മുകാഫതഹാ, ഇത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്കുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദീജ ബീവിക്ക് സന്തോഷം, അള്ളാഹു അവരോട് നല്ല രൂപത്തിൽ തുല്യത കാണിച്ചിരിക്കുന്നു. അപ്പൊ സ്നേഹത്തിന് പകരം നൽകാൻ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ഇടപെടുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ. അപ്പോൾ ഖദീജ ബീവിയുടെ ഒരു മഹത്വം എത്രമായാൽ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാഷാ അല്ലാഹ്. വേറൊരു സംഭവം ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹ്യ്
വന്ന വേളയിൽ നമ്മൾ എത്രയോ തവണ കേട്ട ഒരു കാര്യമാണല്ലോ അത്. ഭയവിഹ്വലനായി ഹിറാ പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നപ്പോൾ സമ്മിലൂനി ഖദീജ സമ്മിലൂനി ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട്, ഞാൻ പറയാം. സാക്രിഫൈസ് വിട പറയുകയോ പോയി മറയുകയോ, വിട പറയുകയോ പോയി മറയുകയോ, പ്രാണൻ ഖദീജ, ഓ പ്രാണൻ ഖദീജ, തിരുനൂറിൻ ഖദീജ, തളർന്നു വീണ വിരിഞ്ഞ പൂവിൽ തഴുകി തെന്നല്, നിറഞ്ഞ സ്നേഹം കവിഞ്ഞ കവി. ഹബീബിങ്ങളെ, അപ്പൊ പുതപ്പിട്ട് മൂടാൻ വേണ്ടി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഖദീജ ബീവി അവിടെ തന്റെ പ്രാണപ്രേയസനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്തു പിടിച്ചുകൊണ്ട് പറയുന്ന വാക്കുണ്ട്, കല്ലാ വല്ലാഹി മാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല നബിയെ. ഫാത്തിമ ബീവിക്ക് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടാതെ വേറെ മക്കളുണ്ടായിരുന്നു. ഖദീജ ബീവി പറയാണ്, ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്. വതഹ്മിലുൽ കല്ലാ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. വതക്സിബുൽ മഅദൂം, നിങ്ങൾ നിരാലംബർക്ക് സമ്പത്ത് നൽകുന്നയാളാണ്. വതഖരി അല്ലൈഫ, നിങ്ങൾ അതിഥികളോട് ബഹുമാനം കാണിക്കുന്നയാളാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, നിങ്ങൾ പ്രയാസങ്ങളിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നവരുമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഒരു ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും നമ്മുടെ വീട്ടുകാരാണ് നമുക്ക് സമാധാനം നൽകേണ്ടത്, മനസ്സിലായോ? അതുകൊണ്ടാണ് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്കിടയിൽ പ്രണയത്തെയും കാരുണ്യത്തെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരാൾ മറ്റൊരാളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കാൻ വേണ്ടിയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷൻ അടിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങളെ അല്ലാഹു പ്രയാസപ്പെടുത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര നിസ്കാരക്കാരനാണല്ലോ എന്നല്ല, അല്ലേ? നിങ്ങൾ ഭയങ്കര ഹജ്ജ് ചെയ്ത ആളാണല്ലോ എന്നല്ല, സാമൂഹിക വിഷയങ്ങളാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത്. ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണല്ലോ നബിയേ. അപ്പൊ നമ്മൾ റമദാനിലെ നോമ്പ് നോറ്റു, നമ്മുടെ കുടുംബ ബന്ധം ചേർക്കപ്പെടാതെ ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും നമ്മൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ നോമ്പിൽ എന്തർത്ഥമാണുള്ളത് ഹബീബിങ്ങളെ?
നമ്മൾ ഇന്നലെ ഇട്ട സ്റ്റാറ്റസ് വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സഹാബി വന്ന് റസൂലുള്ളാഹിയോട് പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നലി ഖറാബ, എനിക്ക് ചില കുടുംബക്കാരുണ്ട് നബിയെ, ഞാൻ അവരോട് നന്നായി പെരുമാറിയാൽ അവരെന്നോട് മോശമായി പെരുമാറുകയാണ്. ഞാൻ കുടുംബബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരിൽ ചിലർ അത് തല്ലി പൊളിക്കുകയാണ്. ഞാൻ അവരുടെ അക്രമങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറാകുമ്പോഴൊക്കെ അവരെന്നോട് വിവരക്കേടിലാണ് പെരുമാറുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ, നീ ഇങ്ങനെ ആയിരിക്കുമ്പോഴൊക്കെ അവരുടെ വായിൽ ചൂടുള്ള വെണ്ണീറാണ് വെക്കുന്നത് എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ പ്രയാസമായിരിക്കും ആ കുടുംബക്കാർക്ക്. എന്നിട്ട് മുത്തുനബി പറയാണ്, ഇതുപോലെ നീ തുടരുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു സഹായിയെ നിനക്ക് നാം അള്ളാഹു നൽകും. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു സഹായം നമുക്ക് കിട്ടും. നമ്മൾ കുടുംബക്കാരോട് നമ്മളൊരു ന്യായീകരണം ഉണ്ടല്ലോ, അവരിങ്ങോട്ടാണ് അത് ചെയ്തത് എന്ന് പറയാം. അങ്ങനെ പറയരുത്. അവരിങ്ങോട്ട് മോശമായി പെരുമാറിയാലും നമ്മുടെ കുടുംബത്തിൽ രക്തബന്ധുക്കളോടൊക്കെ നമ്മൾ അങ്ങോട്ട് നന്നായി പെരുമാറണം. അതാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങോട്ട് നന്മ ചെയ്താൽ അങ്ങോട്ട് നന്മ ചെയ്യുക, ഇങ്ങോട്ട് തിന്മ ചെയ്താൽ അങ്ങോട്ട് തിന്മ ചെയ്യലും കുടുംബബന്ധം ചേർക്കല്. ചിലർ പറയാറില്ലേ, ഇങ്ങോട്ട് സഹായിച്ചവരെ അങ്ങോട്ട് സഹായിക്കുന്നൊക്കെ. രാഷ്ട്രീയത്തിൽ ഒരു പക്ഷെ അങ്ങനെ അതിന്റെ ശരിയോ തെറ്റോ ഞാൻ പറയുന്നില്ല. പക്ഷെ കുടുംബജീവിതത്തിൽ അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇങ്ങോട്ട് നന്മ ചെയ്താൽ അങ്ങോട്ട് നന്മ ചെയ്യുക, ഇങ്ങോട്ട് തിന്മ ചെയ്താൽ അങ്ങോട്ട് തിന്മ ചെയ്യുക എന്നുള്ള ആ സിസ്റ്റം ശരിയല്ല. ഇങ്ങോട്ട് തിന്മ ചെയ്താലും അങ്ങോട്ട് നന്മ ചെയ്യണം. അപ്പൊ ഇന്നക ലതസിലുർ റഹീം, ഖദീജ ബി പറയാണ്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നയാളാണ്. വതഹ്മിലുൽ കല്ലാ, പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. ഏതെങ്കിലും ഒരാൾ ഒരു പ്രയാസത്തിൽ ജീവിക്കുകയാണെങ്കിൽ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ പ്രയാസമുള്ള ഒരാളെ സഹായിക്കുക എന്ന് പോലും അല്ല പറയുന്നത്, അത് വേറെ പറയുന്നുണ്ട്. ഒരാളുടെ പ്രയാസം നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അത് ഭയങ്കര ഒരു ഒരു നല്ല മനസ്സുള്ള ആൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു റോട്ടില്, നമുക്ക് വേണമെങ്കിൽ ഒരു 5000 റുപ്യ കൊടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ പറയാം. പക്ഷെ അയാളുടെ പ്രയാസം നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്യുക, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. അത് ഭയങ്കരമായ ഒരു കാര്യമാണ്. ഉസ്താദിന്റെ അള്ളാഹു സ്നേഹമാണ് എന്ന പ്രഭാഷണം കേൾക്കാൻ പറ്റും. അള്ളാഹു സ്നേഹമാണെന്നുള്ള പ്രഭാഷണമായിരിക്കും ഒരുപക്ഷെ യൂട്യൂബിൽ ആദ്യമായി അപ്ലോഡ് ചെയ്തത് 2005 എന്ന് തോന്നുന്നു. യൂട്യൂബിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. സഹദ് മടക്കര. പോട്ടെ, നമ്മുടെ വിഷയം സഹായത്തെക്കുറിച്ചല്ല, ഖദീജ ബി പറഞ്ഞതിനെ കുറിച്ചാണ്. അതിഥികളെ ബഹുമാനിക്കുന്നവരാണ്. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ സമ്മിലൂനി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. മാഷാ അല്ലാഹ്. ആദ്യത്തെ മുസ്ലിമാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ. അതായത് പ്രവാചക കാലഘട്ടത്തിൽ റിസാലത്തുമായി വന്ന നബി ആദ്യമായി വിശ്വസിച്ച ആള് ഖദീജ ബി റളിയല്ലാഹു അൻഹയാണ്. വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ ഷിഅബു അബി താലിബിൽ അബ്ദുൽ ജലീൽ മന്നാനി കഞ്ഞിപ്പുഴ കാണുന്നുണ്ട് ഉസ്താദെ. എന്താണ്, എന്തെങ്കിലും ടൈപ്പ് ചെയ്തിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ മെസ്സേജ് ഞാൻ കണ്ടു. 3 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും സമൂഹം ബഹിഷ്കരിച്ച്, ഖുറൈശികൾ ബഹിഷ്കരിച്ച് ഒരു താഴ്വരയിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ കാലയളവിൽ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങനെ എഴുന്നേറ്റ് കരയുന്നത് കേൾക്കാറുണ്ടായിരുന്നു. ആ സംഭവത്തിൽ
ആ ബഹിഷ്കരണ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹിച്ച് ജീവിച്ച ആളാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ക്യാമ്പിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബാക്കി കേൾക്കുന്ന പോലെ തോന്നും. ക്യാമ്പില് ഖദീജ ബീവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ മകൻ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞോളൂ. കാരണം അദ്ദേഹം അന്ന് മുസ്ലിം അല്ലെങ്കിലും പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. ഫത്ഹ് മക്കയ്ക്ക് ശേഷം അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട്. മക്ക ഫത്ഹിന് ശേഷം അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട്. അപ്പോ ഖദീജ ബിയുടെ സഹോദരന്റെ മകനെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഈ യാത്ര ഒരിക്കൽ അബൂജഹൽ കണ്ടു. ഇദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണപദാർത്ഥങ്ങൾ ചുമന്നുകൊണ്ടൊരടിമയുണ്ടായിരുന്നു. ഉടനെ അബൂജഹൽ ഹക്കീമിനോട് ചോദിച്ചു, ബനൂ ഹാഷിമിന് നീ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണല്ലേ? നിന്നെയും നിന്റെ ഭക്ഷണത്തെയും ഞാൻ മക്കക്കാർക്കിടയിൽ വഷളാക്കുമെന്ന് അബൂജഹൽ പറഞ്ഞു. അദ്ഹബു ബി ത്വആമി ഇലാ ബനി ഹാഷിം. അപ്പൊ രണ്ടുപേരും ഭയങ്കരമായ തർക്കം നടക്കുകയാണ്. അപ്പോഴാണ് അബുൽ ബക്തരി എന്ന പേരായ ഒരാൾ അവിടെ വന്നു. അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. അപ്പൊ ഈ പേരൊക്കെ നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും ഒരു എക്സാം നടക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും. അബുൽ ബക്തരി എന്ന് പറഞ്ഞ ഒരാൾ വന്നു തർക്കം നടക്കുമ്പോൾ. പക്ഷെ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. മരണം വരെ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. അയാളെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിൽ അബുൽ ബക്തരിയെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ വധിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരവിറക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു സ്വഹാബിയുടെ കയ്യാൽ അദ്ദേഹം ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അബുൽ ബക്തരി. ആ സംഭവം നിങ്ങൾ ആദ്യമായി കേൾക്കുകയായിരിക്കും, ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോ അമുസ്ലിങ്ങൾ മുഖേനയും ഇസ്ലാമിന് ചിലപ്പോൾ ചില സഹായം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബദർ എന്ന് പറയുന്ന ഒരു സത്യാസത്യ വിവേചനത്തിന്റെ യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് അനുയായികളോട് പറയാണ്, അബുൽ ബക്തരിയെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ തൊട്ടുപോകരുത്. ശത്രുവായി മുസ്ലിങ്ങളെ കൊല്ലാൻ വന്ന ഒരാളെ കണ്ടാൽ പോലും അയാളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾ ഇസ്ലാമിന് ധാരാളം സംഭാവന ചെയ്തയാളാണ്. കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ടോ സംശയം കേട്ടോ. അബൂജഹൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം ബനൂ ഹാഷിമിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അബുൽ ബക്തരി തിരിച്ചു ചോദിച്ചു, അത് അദ്ദേഹത്തിന്റെ അമ്മായി ഖദീജ ബീവിക്ക് വേണ്ടിയല്ലേ? അയാൾ ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നത് ഖദീജ ബീവിക്ക് വേണ്ടിയല്ലേ? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അബൂജഹലെ നിങ്ങൾ തടയുകയാണോ? അദ്ദേഹത്തെ വെറുതെ വിടൂ എന്ന് അബുൽ ബക്തരി പറഞ്ഞു. തർക്കം മൂത്തു. അബൂജഹലും ഖദീജ ബിയുടെ സഹോദരന്റെ മകൻ ഹക്കീം ഇബ്നു ഹിസാമും തമ്മിൽ കയ്യേറ്റമായി, അടിപിടിയായി. അപ്പോൾ അബുൽ ബക്തരി ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് അബൂജഹലിനെ അടിച്ചു. അടിയേറ്റ് താടിയെല്ല് പൊട്ടി. പിന്നെ നിലത്ത് വീണ അബൂജഹലിനെ അബുൽ ബക്തരി ചവിട്ടി. സീറത്ത് ഇബ്നു ഹിശാമിൽ ഉദ്ധരിക്കുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ഇടയിൽ വന്നു റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ട അബുൽ ബക്തരി മരണം വരെ മുസ്ലിം ആയിട്ടില്ല. ബദറിൽ ഒരു സഹാബിയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടയാളാണ് അബുൽ ബക്തർ. എന്നിട്ട് പോലും ആ മനുഷ്യൻ
പുണ്യനബിക്ക് ഷേബ് അബി താലിബിൽ ഖദീജ ബിവിക്കും ഭക്ഷണവുമായി പോകുന്ന ഹക്കീം ഇബ്നു നിസാമിനെ തടഞ്ഞ അബൂജഹലിനെ അടിക്കുകയും ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ബദറിൽ അദ്ദേഹത്തെ കണ്ടാൽ ഒഴിഞ്ഞു മാറിയേക്കണം, അയാളെ വധിച്ചു കളയരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു സഹാബിയുടെ കയ്യിനാൽ അദ്ദേഹം വധിക്കപ്പെട്ടു. ഹബീബിങ്ങളെ, ഇപ്പോഴുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ ഒരു പക്ഷേ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ഷെയർ ചെയ്താലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 49 വയസ്സും 8 മാസവും 11 ദിവസവുമായപ്പോൾ മൂത്താപ്പ അബൂ താലിബ് വഫാത്തായി. അദ്ദേഹത്തിന് 87 വയസ്സായിരുന്നു വഫാത്താകുമ്പോൾ. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് റമദാൻ മാസത്തിൽ, റമദാൻ 11 ആണെന്നാണ് പ്രാമാണികമായ അഭിപ്രായം, 10 അഭിപ്രായമുള്ളവരുണ്ട്. എന്തായാലും ഇന്ന് നോമ്പ് 9 9 കഴിഞ്ഞു, 10 പ്രവേശിച്ചു. നാളത്തെ മറ്റന്നത്തെ ദിവസമാണ്. ആ വർഷത്തിന് ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്ന പേരാണുണ്ടായിരുന്നത്. അല്ലാഹുവേ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വല്ലപ്പോഴും ഹദിയകളും കൊണ്ടുവരുമ്പോൾ മുത്തുനബി പറയും, നിങ്ങൾ ഇതുമായി ഇന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം. അവർ ഖദീജ ബീവിയുടെ കൂട്ടുകാരിയും ബീവിയെ ഇഷ്ടപ്പെട്ടവരുമായിരുന്നു. ഇത് ഹബൂബിഹ ഇലാ ബൈത്തി ഫുലാന ഫഇന്നഹാ കാനത്ത് സദീഖത്തുൻ ലി ഖദീജ ഇന്നഹാ കാനത്ത് തുഹിബ്ബു ഖദീജ. അവർ ഖദീജ ഇഷ്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് നിങ്ങൾ ഈ സമ്മാനം കൊടുക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ അറുത്താൽ പറയും, തങ്ങളെ ഗൾഫുകാർക്ക് നാളെ 11 കേട്ടോ, ഗൾഫുകാർ കേൾക്കുന്നുണ്ടല്ലോ. ആടിനെ അറുത്താൽ പുണ്യനബി പറയും, അർസിലു ഇലാ അസ്തിഖാഇ ഖദീജ, ഇത് ഖദീജ ബിവിയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇത് നമ്മൾ മുമ്പേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലൈവിൽ പറഞ്ഞതാണ്. പക്ഷെ ഖദീജ ബിയുടെ വഫാത്തിന്റെ ദിവസത്തെ ഓർക്കുമ്പോൾ വേറൊരു സംഭവം പറയാൻ പറ്റില്ലല്ലോ, ഇല്ലാത്തൊരു കഥ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഇപ്പൊ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഇപ്പൊ ബദർ പറയണമെന്ന് ഇത് മുമ്പ് പറഞ്ഞാന്ന് കരുതിയിട്ട് പുതിയൊരു ചരിത്രം ഉണ്ടാക്കി പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ. ഇന്നീല ഉഹിബ്ബു ഹബീബഹ, ഖദീജയെ സ്നേഹിച്ചവരെ ഞാനും സ്നേഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരാളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പല പല കാര്യങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റാം, അപ്പൊ റസൂലുള്ളാഹിന്റെ സ്നേഹം ലഭിക്കും. റസൂലുള്ള പറഞ്ഞത് അനുസരിക്കാം, റസൂലുള്ളാഹിന്റെ സ്നേഹം ലഭിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാത്ത് ചെല്ലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവ് കാണാൻ ആഗ്രഹിക്കാം. അങ്ങനെയൊക്കെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമുക്ക് ലഭിക്കും. പക്ഷെ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറയാണ്, ഒരു ഷോർട്ട് കട്ട്. ഖദീജ ബീവിയെ ആരെങ്കിലും സ്നേഹിച്ചാൽ ഞാൻ അവരെ സ്നേഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇന്നീല ഉഹിബ്ബു ഹബീബഹ. ഖദീജ ബീവിയെ സ്നേഹിച്ചാൽ മതി, അപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കിട്ടും. നമ്മൾ അന്നൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ദിവസം ഒരു ആടിനെ അറുത്ത് അവരുടെ പേരിൽ ഒരു മൗലൂദ് ഓതി ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂലിന്
അത് വലിയ ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ പറയണ്ടായി. മാഷാ അല്ലാ, അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ ആടിനെ അറുത്തു ചില ആളുകൾ. ഈ പ്രാവശ്യം നമ്മുടെ ചീഫ് അഡ്മിൻ അന്തു ചന്തോ തന്നെ വിളിച്ചു പറഞ്ഞു, ഖദീജ ബിയുടെ വഫാത്തിന്റെ ദിവസം ഒരാടിനെ അറുക്കാൻ ഒരു സഹോദരി താല്പര്യപ്പെടുന്നുണ്ട്, എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒരാടിനെ അറുത്തോളൂ. നമ്മൾ ബദർ ദിനത്തിലൊക്കെ ബദരീങ്ങളെയൊക്കെ ഓർത്ത് മൗലൂദ് ഓതും അല്ലേ? സിദ്ദീഖ് മൗലൂദ് ഓതുന്നവരുണ്ട്, മുഹിയുദ്ദീൻ മൗലൂദ് ഓതുന്നവരുണ്ട്. പക്ഷെ ഖദീജ ബിയുടെ പേരിൽ മൗലൂദ് വളരെ അപൂർവമായിട്ടാണ് ഓതാറ്. ആരെങ്കിലും ഇങ്ങനെ ഓതുന്നത് കേട്ടവരോ ഓതുന്ന സദസ്സിൽ പങ്കെടുത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് നന്നായിരിക്കും. ഖദീജ ബിയുടെ മൗലൂദ്, ഖദീജ ബിയുടെ മൗലൂദ് നമ്മൾ ഇൻഷാ അല്ലാ അതിന്റെ PDF നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഇനി ആടിനെ അറുക്കാനൊന്നും പൈസ ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങളൊരു മൗലൂദെങ്കിലും ഓതുക ഖദീജ ബിയുടെ ആണ്ട് ദിവസത്തിന്റെ അന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഇന്നി ലഉഹിബ്ബു ഹബീബഹാ, ഇന്നി ലഉഹിബ്ബു ഹബീബഹാ, ഇന്നി ലഉഹിബ്ബു ഹബീബഹാ. ഖദീജയെ സ്നേഹിച്ചവരെ ഞാനും സ്നേഹിക്കുന്നു. മുഹമ്മദ് ഉവൈസ് യമാനി പറഞ്ഞു ഉണ്ട്, നൗഷാദ് ഇബ്രാഹിം കുട്ടി പറയുന്നു ഉണ്ട്, അവരൊക്കെ ആ മൗലൂദ് ഓതിയിട്ടുണ്ട് എന്നായിരുന്നു. സ്ത്രീകൾ പലരും ആ മൗലൂദ് ഓതിയിട്ടുണ്ടാവില്ല അല്ലേ? അതെ, സബീനകളിലൊന്നുമില്ല. മൗലൂദ് കിതാബില് ഖദീജ ബിയുടെ മൗലൂദ് ഇല്ല, നമ്മൾ കണ്ടതിലില്ല. ഇനി ഏതെങ്കിലും അപൂർവമായ മൗലൂദ് കിതാബിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു മൗലൂദ്, ഖദീജ ബിയുടെ മൗലൂദ് ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ തുടക്കം കുറിക്കുന്നത് നമ്മളായിക്കോട്ടെ. അങ്ങനെ ഒരു പുണ്യം നമുക്ക് കിട്ടും. ആരെങ്കിലും ഒരു പുതിയ ചര്യ തുടങ്ങിയാൽ, അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടപ്പെടുന്ന ചര്യ തുടങ്ങിയാൽ കൂലിയിട്ടില്ലേ? നമ്മൾ 4 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പത്തെ വർഷം പറഞ്ഞിട്ട് ഇപ്പോഴും പറയുകയാണ്. ഒരുപക്ഷെ വേറെ പ്രഭാഷണങ്ങളിലൊന്നും നിങ്ങൾ ഖദീജ ബിയുടെ മൗലൂദ് ഓതുന്ന് പറഞ്ഞത് കേട്ടില്ല. ഇനി ഇതിന്റെ പേരിൽ ചില വഹാബികൾ നമ്മളെ ട്രോളുമായിരിക്കാം. എന്നാലും ഞാൻ പറയാണ്, പറ്റുമെങ്കിൽ ഖദീജ ബിയുടെ മൗലൂദ് ഓതു. അവരുടെ പേരിൽ ഒരു ആടിനെ അറുത്തിട്ട് ഹദിയ കൊടുക്കൂ. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. റസൂലുള്ളാഹി അങ്ങനെ ചെയ്യാറുണ്ട്. ആയിഷ ബീവിയോട് ഒരിക്കൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹാ. ഖദീജ ബീവിയോട് എനിക്ക് പ്രത്യേകമായ സ്നേഹം നൽകപ്പെട്ടിരിക്കുന്നു. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, സഹീഹ് മുസ്ലിമിലെ ഹദീസാണത്. എനിക്ക് ഖദീജ ബീവിയോട് പ്രത്യേക സ്നേഹമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖദീജ ബീവിയോട് അസൂയ തോന്നിയതുപോലെ. ഏതസൂയ? നമ്മുടെ പോലെ അവൻ നശിച്ചു പോകണമെന്നുള്ള അസൂയയല്ല. 2 തരത്തിൽ അസൂയ വെക്കാം. ഇപ്പൊ നല്ല ഇൽമുള്ള ഒരാളോട് നമുക്ക് അസൂയ വെക്കാം, അയാളുടെ ഇൽമു നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ, അയാളെ പോലെ നമുക്കും ആകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ നിന്നുള്ള ഒരു അസൂയ. ആയിഷ ബീവി പറയാണ്, ഖദീജയോട് അസൂയ തോന്നിയതുപോലെ എനിക്ക് നബിയുടെ ഭാര്യമാരിൽ മറ്റൊരാളോടും അസൂയ തോന്നിയിട്ടില്ല. ആയിഷ ബീവി പറയാണ്, മഹദിയെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും, ആയിഷ ബീവി പറയാണ്, ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ കുറിച്ച് കൂടുതൽ അനുസ്മരിക്കാറുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ആടിനെ അറുക്കുകയും കഷ്ണങ്ങളാക്കുകയും ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഹബീബിങ്ങളെ, എന്താ പറഞ്ഞ നമ്മൾ ലാസ്റ്റ്? ഒരു കോൾ വന്നതാണ്.
ആയിഷ ബീവി പറയുകയാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി, പുണ്യനബിയുടെ പത്നിമാരിൽ ഒരാളോടും എനിക്ക് ഖദീജയോട് തോന്നിയ പോലെയുള്ള അസൂയ തോന്നിയിട്ടില്ല. മാ ഗിർതു അലാ ഖദീജ വലാകിൻ കാന നബിയു യുക്സിറു ദിക്റഹാ, എപ്പോഴും എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ എന്നിങ്ങനെ പറയും. അപ്പൊ ഭാര്യമാർക്ക് ദാറ്റ്സ് എ ഫീമെയിൽ സൈക്കോളജി. അപ്പൊ ഈ കേൾക്കുന്ന നമുക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് രണ്ടു ഭാര്യമാരുള്ള ഒരു വീട്ടിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താക്കന്മാർ രണ്ട് പെണ്ണ് കെട്ടിയ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ രണ്ട് പെണ്ണ് കെട്ടിയ ഭർത്താക്കന്മാർ ഇത് കേൾക്കുന്നുണ്ടോ? അവർക്കിത് മനസ്സിലാവും. അല്ലാത്ത കല്യാണം കഴിക്കാത്തവർക്കും നിക്കാഹ് ചെയ്ത് കാത്തിരിക്കുന്നവർക്കും ഒറ്റ പെണ്ണ് മാത്രമുള്ളവർക്കും ഒരുപക്ഷെ ഇത് മനസ്സിലാവില്ല. ആയിഷ ബീവിയുടെ അസൂയ എന്താന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയും, എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ അറിയും. അത് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുവോ? നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ വേറൊരാൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെടില്ല. എന്നാ നമ്മുടെ നാട്ടിലെ മാതിരി ആയിഷ ബീവിക്ക് ഖദീജ ബീവിയോട് വെറുപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവർ പറയണ്ടല്ലോ അത്. അസൂയ എന്ന് പറഞ്ഞാൽ അവരെ പോലൊക്കെ ആകാൻ പറ്റിയില്ലോ എന്നുള്ള അസൂയ. ഖദീജ ബീവിയെ ആയിഷ ബീവി കണ്ടിട്ടില്ല. ഹബീബിങ്ങളെ, ഇന്നഹാ കാനത്ത് വകാനത്ത് വകാനത്ത് വകാനലി മിൻഹാ വലദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയിലല്ലാതെ മറ്റൊരു ഭാര്യയിലും ഇല്ലാത്ത പോലെയാണ്. ചിലപ്പോൾ ഞാൻ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവി അല്ലാതെ മറ്റൊരു പെണ്ണും ഇല്ലാത്ത പോലെയാണ് റസൂലുള്ളാഹിന്റെ ഡയലോഗ്, വർത്താനം എന്ന് ആയിഷ ബീവി പറയും. ആകെ ഖദീജ മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങളുടെ ഒരു സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ആ ഖദീജ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്, വേറെ ആരുമില്ല. അങ്ങനെയൊക്കെ ഇപ്പൊ ഞാനാ പറഞ്ഞതിന് ആരും കമന്റ് ചെയ്തില്ല. അബ്ദുൽ ജലീൽ മന്നാൻ ഉസ്താദ് മാത്രമേ പറഞ്ഞുള്ളൂ ഒന്ന് മതി ഉസ്താദേ എന്ന്. രണ്ടാളുള്ള ആരെങ്കിലും കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആരും കമന്റ് ചെയ്തിട്ടില്ല. ഒന്നുകിൽ പേടിച്ചിട്ട്, കാരണം ഭാര്യ അടുത്തിരുന്ന് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യമാര് കമന്റ് ചെയ്യാത്ത ഭർത്താവിന് പേടിച്ചിട്ടായിരിക്കും. ചില ഭർത്താവ് രണ്ട് പെട്ടിയൊക്കെ ഇതിലുണ്ടാവും, എന്നിട്ട് മിണ്ടുന്നില്ല. സാറില്ല, ഒക്കെ എല്ലാവർക്കും ഹയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖദീജ ബീവിയിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്. ഖദീജ ബീവിയിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്. എന്നിട്ട് മറ്റു ഗുണങ്ങളും ഇങ്ങനെ പറയും, ഇന്നഹാ കാനത്ത് 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 കാനത്ത്, ഖദീജ ബീവി ഇങ്ങനെയൊന്നും 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 ഇങ്ങനെ റസൂലുള്ളാഹി പറയും. അത് ആയിഷ ബീവിക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കേൾക്കാൻ. നമ്മള് ഖദീജ ബീവിയുടെ ഒരു സ്ഥാനം എന്തായിരുന്നു? എന്തായിരുന്നു സ്നേഹം? നിങ്ങൾക്ക് ഒറ്റ മകളോടെ സ്നേഹമുള്ളൂ എന്ന് പറയും പോലെ. എനിക്കോ? എന്റെ കാര്യമാണോ തങ്ങളെ പറഞ്ഞത്? എന്റെ കുട്ടികളൊക്കെ ലൈവ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ വെറുതെ കുടുംബ പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്ക് 3 കുട്ടികളോട് ഇഷ്ടം തന്നെയാണ്. അത് തങ്ങൾ ഉദാഹരണം പറഞ്ഞായിരിക്കും ചിലപ്പോൾ. പിന്നെ ചെറിയ കുട്ടികളോട് ആൾക്കാർക്ക് ഇഷ്ടം കൂടൂലേ? ഏറ്റവും ചെറിയ കുട്ടികളോട് ഇഷ്ടം കൂടൂലേ ആൾക്കാർക്ക്? ആയിഷ ബീവി പറയാണ്, ലാ യകാദു യഖ്റുജു മിനൽ ബൈതി ഹത്താ യദ്കുറ ഖദീജ, ഖദീജ ബീവിയെ കുറിച്ച് അനുസ്മരിക്കാതെ, അവരെ നല്ലവണ്ണം പുകഴ്ത്തി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയാണ് ഉദ്ധരിക്കണം. ഖദീജയെ കുറിച്ച് പറയാതെ മുത്തുനബി വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. ഒരു ദിവസം എനിക്ക് വല്ലാത്ത ഒരു എന്താ പറയാ അസൂയ തോന്നി ഖദീജ ബീവിയോട്. ഞാൻ പറഞ്ഞു, ഹൽക്കാനത്ത് ഇല്ല അജൂസ, നബിയെ അതൊരു തള്ളയല്ലേ എന്ന് ആയിഷ ബീവി ചോദിച്ചു പോയി. നോക്കൂ, ആയിഷ ബീവി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, മുസ്തഫ നബിയുടെ പത്നിയാണ്. എന്നിട്ട് പോലും അവർക്കിടയിൽ പോലും സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായി എന്നല്ലേ അതൊക്കെ സൂചിപ്പിക്കുന്നത്. പിന്നെയാണോ നമ്മുടെയൊക്കെ ലൈഫിലല്ലേ
അതുകൊണ്ട് ഭാര്യമാര് മാത്രം കേൾക്കുകയാണെങ്കിൽ ഇത് ഭർത്താവിനെ കേൾപ്പിക്കണം. ഭർത്താവ് മാത്രം അത് കേൾക്കുന്നതെങ്കിൽ ഭാര്യയെയും കേൾപ്പിക്കണം. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കേൾക്കുന്ന ആരെങ്കിലും ഒരു സദസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? വളരെ വളരെ അപൂർവമായിരിക്കും അത്. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും അല്ലേ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കാണട്ടെ. നൗഷാദ് റഷീദ്, എന്റെ വാപ്പ മരിച്ചൊന്ന് 13 ദിവസമായി. അള്ളാഹുവെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ തമ്പുരാൻ. എല്ലാവരും ആമീൻ പറയട്ടെ. അള്ളാഹുവെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ. അതുപോലെ ഒരു ഉസ്താദ് നേരത്തെ കമന്റ് ചെയ്തില്ല, അവരുടെ ഉമ്മ മരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുന്നു, ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കാണുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ? സാധ്യത വളരെ വളരെ കുറവായിരിക്കും. എന്നാലും നമുക്കൊന്ന് പ്രതീക്ഷിച്ച് നോക്കാം. ജിസാം KMES, മാഷാ അല്ലാഹ്. ജിസാം എന്ന് പറയുന്ന ഒരാൾ അവർ വീട്ടുകാർ ഒന്നിച്ച കാണുന്നു. അസ്മാ സുൽഫി, മാഷാ അല്ലാഹ്. ഷുക്കൂർ തോട്ടിങ്ങൽ, മാഷാ അല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ്, മാഷാ അല്ലാഹ്. പിന്നെ ആരാ? 4-5 ആൾക്കാർ. ഇസ്മായിലിലേക്ക്, മാഷാ അല്ലാഹ്. ഷഫീഖ്, മാഷാ അല്ലാഹ്. സുഹറ ചെറുവറ്റ, മാഷാ അല്ലാഹ്. ഷറഫുദ്ദീൻ സാഹിബ്, മാഷാ അല്ലാഹ്. സഫു ഷഹനാസ്, മാഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണോ നിങ്ങൾ ഉണ്ട് യെസ് എന്നൊക്കെ പറയണത്? ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ലൈവ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനാണ്. മനസ്സിലാകാതെ കമന്റ് ചെയ്താണ്. ഭർത്താവ് ഇപ്പോൾ ഉള്ളവര് ജീവിച്ചിരിക്കുന്നവരുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ CS പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവർ ചിലപ്പോൾ ഗൾഫിലായിരിക്കും, പുറത്തായിരിക്കും. അവര് പിന്നീട് എപ്പോഴും കാണുന്നില്ല. ഇപ്പോൾ ഈ സമയത്ത് ലൈവ് ഒന്നിച്ച് കേൾക്കുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ആയിഷ ബീവിയുടെ വർത്താനം കേട്ടിട്ട്. അബൂ ഫലാഹ്, എന്റെ പിതാവ് മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 46 ദിവസം. അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ, ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. മുംതാസ് സലാം, രണ്ടുപേരുണ്ട്, മാഷാ അല്ലാഹ്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് തരാം ഞാൻ. ഒരു ദുആ അവർക്ക് കൊടുക്കണല്ലോ, ബാക്കിയുള്ളവർക്കും ഉണ്ട്, പക്ഷെ ഒരുമിച്ച് കാണുന്നവർക്ക് പ്രത്യേക ദുആയുണ്ട്. അഷ്റഫ് തരപ്പറമ്പിൽ ഞാൻ കാണും. അഷ്റഫ് നമ്മുടെ അഷ്റഫല്ലേ, നമ്മുടെ മാലിന്റെ ഭാരവാഹിയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഷുക്കൂർ തോട്ടിങ്ങൽ, ഷറഫുദ്ദീൻ യെസ്. നജീറ ബിൻ തംസ്, നാട്ടിലില്ല അതുകൊണ്ട് പറ്റില്ല. അതാ പറഞ്ഞു, ചിലർ നാട്ടിലുണ്ടാവില്ല. ബിന്ത് സുലൈമാൻ, ഒരുമിച്ച് കാണുന്നുണ്ടല്ലേ. അബ്ദുൽ ജലീൽ മന്നാനി, പള്ളിയിലാണ് ഉസ്താദെ, അപ്പൊ പറ്റില്ല. അത് എനിക്കും പറ്റൂല്ലോ. അബൂബക്കർ സിദ്ദീഖ്, പെട്ടെന്ന് കമന്റ് ചെയ്യും. അത് പറഞ്ഞ അടുത്ത ബാക്കി വിഷയം പറയണം നമുക്ക്. മാഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ആമീൻ പറയട്ടോ. ചിലർക്ക് ആ ഭാഗ്യം ഉണ്ടാവില്ല. ചിലർ ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയിട്ടുണ്ടാവും. ചിലവർ എന്റെ പോലെ ജോലി സ്ഥലത്ത് നിന്നിട്ടാവും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടാവുക. അതല്ല, ഒരുമിച്ചിരുന്ന് കാണുന്ന 9 ആളുകൾ കമന്റ് ചെയ്തു. അല്ലാഹുവേ, ഹബീബായ നബിയുടെ ഖദീജ ബീവിയെ പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ സന്തോഷം പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും അകറ്റണമേ തമ്പുരാനെ. റാഹത്ത് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. വിഷമങ്ങളൊക്കെ അകറ്റണമേ റബ്ബേ. പ്രത്യേകം കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ നോക്കിയിടുന്നില്ല. അവർക്കൊരു പ്രത്യേക തുക കൊടുത്തു, നിങ്ങൾക്കുള്ളത് വേറെ തരം. യാസർ മണ്ണാർക്കാട് കെട്ടിയിട്ടില്ല, അതുകൊണ്ട് പറ്റില്ല. നാട്ടിലില്ല, അവിടെ ഇരുന്നും കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ 9 ആളുള്ളൂ. ഇത്രയും ആളുകളിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കാണുന്നവരെന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ നമുക്കൊരു അസൂയ തോന്നിയില്ലേ? അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്താണ് ഇല്ല ദുആ ഇല്ലാത്തത്? നമുക്ക് നോക്കാം, ആലോചിക്കാം. നമ്മള് ബേജാറാവില്ല. സുമി ഷിഹാബ്, സുബൈദ VJ, താച്ചു തൻവീർ, ജാഫർ യമാനി, മുംതാസ് സലാം, ആച്ചു സാപ്പ്, നൂർജു ഹനീഫ്, അഷ്റഫ് തറപ്പറമ്പ്. മാഷാ അല്ലാഹ്. അപ്പൊ ബാക്കി പറയാല്ലേ? ഫാത്തിമ ലിയാന, മുഹമ്മദ് അഫ്സൽ, സീനത്ത്
എന്താ തമ്പിക്കുഞ്ഞ്, അബ്ദുൽ അലി, റിയാസ് LK, ബാസിത്ത് അബ്ദുൽ, അസിയ മമ്മൂട്ടി, ST കൊടിമൂല. എന്തിനാണ് ദ്വാരക്കേണ്ട? അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ റബ്ബേ, സന്തോഷാക്കണേ റബ്ബേ. കുഞ്ഞബ്ദുള്ള എന്നാൻ തോന്നും. അല്ല, നമ്മുടെ അഡ്മിന്മാരൊക്കെ വീട്ടിൽ നിന്നിട്ടാവൂല കേൾക്കുന്നത്. അനിഷാദ് കുവൈറ്റിലാണ്, ബാക്കിയുള്ള അഡ്മിന്മാരൊക്കെ അതുപോലെ ഹിലർക്ക നാട്ടിൽ ഗൾഫിലാണ്, സലീം മക്കത്താണ്, ബാക്കിയുള്ളവരൊക്കെ നാട്ടിലുണ്ടല്ലോ. എന്നിട്ട് അവരാരും കമന്റ് ചെയ്തില്ലോ. അന്തോ ചന്തോത്ത് തങ്ങൾ ശിഹാബങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഒന്നിച്ച് കേൾക്കുന്നവരാണല്ലോ. നസീർ ഉസ്താദ് വാര് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ. പെൺകുട്ടിയാണെങ്കിൽ സിദറത്തുൽ മുൻതഹ എന്ന് പേരിട്ടോളൂ. ബിന്ത് സുലൈമാൻ മാളുമായി ഹോസ്പിറ്റലിലായിരുന്നു. അള്ളാഹു ശിഫയാക്കട്ടെ, അഫിയത്താക്കട്ടെ. ഹനീഫ BK, എന്റെ മോളുടെ ജന്മദിനമാണ് നാളെ. എന്താണ് മോളുടെ പേര്? ഹനീഫക്കാന്റെ മോളെ ജന്മദിനമാണ്. മാഷാ അല്ലാഹ്, ബെസ്റ്റ് വിഷസ്, സക്സസ്ഫുള്ളി യുവർ ഫ്യൂച്ചർ ലൈഫ്. അല്ലാഹ് ബ്ലെസ് യു, ടേക്ക് കെയർ. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, നല്ല കുട്ടിയാക്കട്ടെ. അബ്ദുൽ ഖാദർ, കുഞ്ഞുവാപ്പു ദേശാങ്കലം. അക്യൂപഞ്ചറിസ്റ്റ് ഫഹദ് പാവർട്ടി. മാഷാ അല്ലാഹ്. ശിഹാബ് തങ്ങൾ വീട്ടിൽ മൊത്തത്തിൽ കേൾക്കുന്നു. മാഷാ അല്ലാഹ്. ശിഹാബ് തങ്ങൾ നമ്മുടെ അഡ്മിന്മാരിലെ പ്രധാനിയാണ്, സയ്യിദാണ്, മണ്ണാർക്കാട്ടുകാരനാണ്. അവരുടെ ഭാര്യയാണ് കൊണ്ട് സുമി ശിഹാബ് കമന്റ് ചെയ്തത്, ബീവിയാണ്. അപ്പോൾ അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. അപ്പൊ 10 ആളുകളായി നേരിട്ട് കാണുന്നവർ. പോവാ, ഇനി ഉണ്ടാവില്ല, അപ്പൊ വിടാം. റമദാൻ 11 എന്റെ വാപ്പയുടെ 34ാമത്തെ ആണ്ട് ദിവസമാണ്. ഷറഫുദ്ദീൻ. അള്ളാഹുവെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉപ്പയെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അവർ കൊടക്കാട് തങ്ങളുടെ എന്തായാലും മജ്ലിസ് ആണ് കേൾക്കാറുള്ളത്. അവർ എന്ന് ഉദ്ദേശിച്ചത് ആരാണ്? ഷഹീർ P. കൊടക്കാട് തങ്ങളുടെ മജ്ലിസാണ്. ആരാണ് കൊടക്കാട് തങ്ങൾ? മുജീബുർ റഹ്മാൻ ബദരി മേൽറ്റൂർ. മാഷാ അല്ലാഹ്. ഉസ്താദ് എന്തായിരിക്കും? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ നമുക്ക് ബാക്കി പറയാല്ലേ? മുഹമ്മദ് അഫ്സൽ ഇൻഷാ അല്ലാഹ്. ST കൊടിമൂല, അവരുടെ ഉമ്മാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കുഞ്ഞിവാപ്പു സാഹിബിന്റെ രോഗത്തിന് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. ഫാത്തിമ ഹൻഫ എന്നാണല്ലേ ഹനീഫക്കാന്റെ ഇക്കയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ബഹുമാനിച്ച് പറഞ്ഞു അത്ര അവരുടെ കുട്ടിക്ക് ജന്മദിനമാണ് ആളെ. റാനി സുബൈദ, MT ഷറഫുദ്ദീൻ, അബ്ദുൽ ഖാദർ. അവര് ചിലർ വാട്സപ്പ് നമ്പർ ഇടുന്നുണ്ടാവുന്ന ആഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. MT ഷറഫുദ്ദീൻ ഫൈസി. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, ലാസ്റ്റ് നമുക്കൊരു നൂറെ ഹബീബ് ഓൺലൈൻ മജ്ലിസ്. ഓ, മനസ്സിലായി. ആയിക്കോട്ടെ. നൂറെ ഹബീബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കട്ടെ. നമ്മള് ഒരു തങ്ങന്മാരെയും വിമർശിക്കാറില്ല. നമ്മൾ ഫേസ്ബുക്ക് ലൈവ് തുടങ്ങുന്ന കാലത്ത് നമ്മുടെ അഡ്മിൻ അറിയാം, അദ്ദേഹം നമ്മുടെ ലൈവിലൊക്കെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അപ്പോൾ ലൈവ് തുടങ്ങി. അപ്പോൾ ഒരു 25 ആള് 30 ആളൊക്കെ ആയിരുന്നു അന്ന് ലൈവിലുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അള്ളാഹു ഓരോരുത്തരെ ഉയർത്താൻ ഉദ്ദേശിച്ച ഉയർത്തും. പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് അള്ളാഹു അവരും തമ്മിൽ തീർക്കട്ടെ. നമ്മൾ ആ കാര്യത്തിൽ സംസാരിക്കാനില്ല. നമുക്ക് അതേമാതിരി ഇങ്ങനെ ദുആ സമ്മേളനമൊക്കെ ദിക്റൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഭയങ്കര സംഭവമാകുമായിരുന്നു. ആകാത്തത് നമുക്ക് വിഷമമൊന്നുമില്ല. നമ്മളൊരു ചെറിയ സംഘമായിട്ട് ഇങ്ങനെ പോവാ.
ലോക്ക്ഡൌൺ സമയത്ത് ആദ്യമായി ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയത് നമ്മളാണ്. അതൊരു അഭിമാനത്തോട് പറയുന്ന റസൂലുള്ളാഹിന്റെ പേരിലായതുകൊണ്ട് നമ്മൾ അഭിമാനത്തോടെ പറയുന്നു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ ഹബീബിങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, 10 മിനിറ്റിൽ നിർത്തുട്ടോ. അവരൊരു വയസ്സത്തിയല്ലേ എന്ന് ആയിഷ ബീവി കമന്റ് ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇന്നഹാ അജൂസ ഹൽ കാനത് ഇല്ലാ അജൂസ. ഖദീജ ബീവി ഒരു വയസ്സത്തിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും തന്റെ ഭർത്താവ് മറ്റൊരു പത്നിയോട് കൂടുതൽ സ്നേഹം കാണിച്ചപ്പോൾ ഒരു ചെറുതായിട്ടൊരു ജർക്കിങ് വന്നു. ആരോട്? ബഷീർ ഫൈസിയോട്, നിങ്ങളോടല്ല, അള്ളാഹുവിന്റെ റസൂലിനോടാണ്. ആ പോയിന്റിൽ നമ്മൾ ആ വിഷയം ആലോചിക്കണം. സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങളെ പടയ്ക്കാൻ മാമലകൾ, സമതലങ്ങൾ, ആറുകൾ, പുഴകൾ, ജലാശയങ്ങൾ, അർശ്, കുർശ്, ലൗഹ്, കലമ്, ബൈത്തുൽ ഉസ്സ, ബൈത്തുൽ മഅ്മൂർ, സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന സിദ്റത്തുൽ മുന്തഹ, അതിനൊക്കെ പടക്കാൻ കാരണഭൂതനായ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണ് ഈ ചോദ്യം. മാഷാ അല്ലാഹ്. നമ്മുടെ ഹിലർ വിളയൂര് വാട്സപ്പിൽ പറഞ്ഞു, 7 വർഷം ഒരു റൂമിലും കടയിലും ഒരുമിച്ചുണ്ടായിരുന്ന പ്രിയ സുഹൃത്ത് അബ്ദുൽ ഗഫൂർ. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടല്ലോ, അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ കുഴഞ്ഞു വീണു മരിച്ചു. ഇപ്പൊ മയ്യത്ത് റിയാദ് എയർപോർട്ടിലാണുള്ളത്. അത് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ അവരുടെ ചെറുതും വലുതുമായ പാവങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണേ. അള്ളാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കൊരിടം നൽകണമേ തമ്പുരാനെ. ആ മയ്യത്തിനെ കാത്തിരിക്കുന്ന വീട്ടിൽ ഒരു ഭാര്യയും കുട്ടികളൊക്കെ വിഷമിക്കുന്നുണ്ടാവും. അള്ളാഹുവെ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ. ആത്തിക്ക ഇബ്രാഹിം കൊറോണയിൽ തുടങ്ങിയ അന്ന് മുതൽ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കും. മാഷാ അല്ലാഹ്. അവ ഹബീബിങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വാക്ക് കേട്ടപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദേഷ്യം പിടിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു തന്നെ സത്യം, ആയിഷ അവരെക്കാൾ ഉത്തമരായ മറ്റൊരാളെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. ഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹാ. ഖദീജ ബീവിയേക്കാൾ ഖൈറായ ഒരാളെ എനിക്ക് അല്ലാഹു നൽകിയിട്ടില്ല എന്ന് ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ആയിഷ ബീവിയെ കുറിച്ച് പുണ്യനബി വേറെ മഹത്വങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓരോ സന്ദർഭത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുക്കണം. ആയിഷ ബീവിയുടെ ഒരു കാലത്ത് ഖദീജയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയോട് ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? ആയിഷ എന്നായിരുന്നു റസൂലുള്ളാഹിന്റെ മറുപടി കേട്ടോ. അല്ലാതെ മറ്റു പത്നിമാരൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട. ഖദീജ ബീവിയുടെ വിഷയം പറഞ്ഞപ്പോൾ ഖദീജ ബീവിയുടെ കാര്യം എങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. എന്നിട്ട് പറഞ്ഞു, ലാ വല്ലാഹി മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ ആമനത് ഇദ് കഫറന്നാസ്. ജനങ്ങൾ എന്നെ വിശ്വസിച്ചപ്പോൾ അവരെന്നെ വിശ്വസിച്ചു. വസദ്ദഖ്തനീ ഇദാ കദ്ദബനി അന്നാസ്. ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ അവരാണ് എന്നെ സത്യവൽക്കരിച്ചത്. വവാസത്തിനി ബിമാലിഹാ. അവരുടെ സമ്പത്ത് കൊണ്ട് എനിക്ക് അവരാണ് ഉപകാരം ചെയ്തത്. ഇത് ഹറമനിന്നാസു വറസഖനി മിൻഹാ. എനിക്ക് ഭക്ഷണം തടയപ്പെട്ടപ്പോൾ ഭക്ഷണം തന്നവരാണ്. മിൻഹാൽ വലദ ദൂന ഗൈരിഹാ മിനൻ നിസാ. അവരിലാണ് എനിക്ക് കുട്ടികളുണ്ടായത് എന്ന് ഖദീജ ബീവിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു അവരുടെ മതം നമുക്ക് നൽകട്ടെ. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സംഭവബഹുലമായ ജീവിതം. നുബുവത്തിന്റെ 10ാം വർഷം റമളാൻ 11 ഖദീജ ബീവി വഫാത്തായി. 65 വയസ്സായിരുന്നു ഖദീജ ബീവിക്കപ്പോ. റസൂലുള്ളാഹിക്ക് 50 വയസ്സായില്ലേ? അപ്പൊ 50 വയസ്സും ഖദീജ ബീവിക്ക് 61 വയസ്സും. ഒരു കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. ഖദീജ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുമ്പോൾ എത്ര പ്രായം എന്ന് നമുക്കറിയാലോ, മദ്രസ പഠിക്കുന്നതല്ലേ. 40 വയസ്സാണ് ഖദീജ ബീവിക്ക്
റസൂലുള്ളാഹിക്ക് 25 വയസ്സാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരാം. ഭാര്യയ്ക്ക് പ്രായം വളരെ കുറവും ഭർത്താവിന് കുറെ കൂടുതലുണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നേരെ ഓപ്പോസിറ്റും, ഭർത്താവിന് വളരെ പ്രായം കുറവും ഭാര്യയ്ക്ക് പ്രായം കൂടിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഖദീജ ബീവിയെ റസൂലുള്ള 40-ാമത്തെ വയസ്സിൽ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഖദീജ ബീവിക്ക് 2 കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ചൊക്കെ ഞങ്ങൾ 2 കല്യാണം മുമ്പ് കഴിച്ചിട്ടുണ്ട് ഖദീജ ബീവി. അതിൽ കുട്ടികളുണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളെയാണ് റസൂലുള്ള 25 കൊല്ലം മറ്റൊരു പെണ്ണിനെയും കെട്ടാതെ ഒന്നിച്ചു കൊണ്ടു നടന്നു. അതാണ് ഖദീജ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഖദീജ ബീവിയെ അബൂഹാല എന്ന ഒരാൾ കല്യാണം കഴിച്ച് അതിൽ 2 മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദ്, ഹാല എന്നാണ് അവരുടെ പേര്. അബൂഹാല മരണപ്പെട്ടതിന് ശേഷം അത്തീഖ് ബിനു ആബിദുൽ മഖ്സൂമി അവരെ വിവാഹം ചെയ്തു. അതിലൊരു മകൾ ഉണ്ടായിട്ടുണ്ട്, ഹിന്ദ്. നമ്മൾ ചരിത്രത്തിൽ കാണുന്ന ഹിന്ദല്ല, ഇത് വേറെ ഹിന്ദാണ്. ഈ കുട്ടികളൊക്കെ പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് കേട്ടോ. 2ാം ഭർത്താവും മരിച്ചതോടെ പലരും അവരെ കല്യാണം കഴിക്കാൻ വന്നിട്ടുണ്ട്. മഹദി സമ്മതിച്ചിട്ടില്ല. ഓറിയന്റലിസ്റ്റുകൾ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു മുഹമ്മദ് നബി ഖദീജ ബീവിയെ കല്യാണം കഴിക്കാൻ കാരണം അവരുടെ സമ്പത്ത് കണ്ടിട്ടാണ് കല്യാണം കഴിച്ചതെന്ന്. പച്ചക്കള്ളമാണ് ഓറിയന്റലിസ്റ്റുകൾ പറയുന്നത്. കാരണം എന്താ അറിയോ, ഞാൻ ആ ചരിത്രം മുഴുവൻ പറയാത്തത് മുമ്പ് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല ഖദീജ ബീവിയെ കല്യാണം ആലോചിച്ചത്, ഖദീജ ബീവി അങ്ങോട്ടാണ് കല്യാണം ആലോചിച്ചിട്ടുള്ളത്. അങ്ങോട്ടാണ് കല്യാണം ആലോചിച്ചത്, ഇങ്ങോട്ടല്ല. ഖദീജ ബീവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 മക്കൾ ജനിച്ചിട്ടുണ്ട് കേട്ടോ. 6 മക്കൾ ജനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കിയ പോരെ. ഇനി എന്താണ് ഖദീജ ബീവിയെ കുറിച്ച് നമ്മൾ പറയാതെ പോയത്? എന്താണ്? ഇനി എന്തെങ്കിലും പറയാതെ പോയോ? നമ്മള് സെയ്ദ് റളിയല്ലാഹുവിനെ കുറിച്ച്, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹുവിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലെ പറഞ്ഞു പോകുന്നുണ്ട്. റമദാൻ ആയതുകൊണ്ടാണ് ഫേസ്ബുക്ക് ലൈവ് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയാം. ഈ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു സെയ്ദാണ്. ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരേ ഒരു സഹാബി ആരാണ്? സെയ്ദാണ്. ആ സെയ്ദ് ഈ സെയ്ദ് ബിൻ ഹാരിസയാണ്. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. തായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ, മക്കയിൽ നിന്ന് 100-ലേറെ കിലോമീറ്റർ നടന്നു പോകുമ്പോൾ, തായിഫിൽ കല്ലേറ് കൊണ്ട് റസൂലുള്ള ഓടുമ്പോൾ ഹബീബായ നബിയെ കല്ലേറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം നെഞ്ചകം കാണിച്ചു കൊടുത്തത് ഈ സെയ്ദാണ് റളിയല്ലാഹു. ഒന്നുകൂടി പറയാം, റസൂലുള്ളാഹിന്റെ മകനായിട്ട്, വളർത്തുമകനായി അറിയപ്പെട്ട ആളാണ് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഒന്നുകൂടി പറയാം, ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പിന്നീട് റസൂലുള്ളാഹി വിവാഹം കഴിക്കുന്നുണ്ട്. അത് അറേബ്യയിൽ ഒരു ആചാരം തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ജാഹിലിയ കാലത്ത് തന്നെ ഹക്കീമുൻ ഹിസാം ഖദീജ ബീവിക്ക് കൊടുത്തു. നേരത്തെ പറഞ്ഞ ഹക്കീം റസൂലുള്ളാഹിന്റെ അല്ല, ഖദീജ ബീവിയുടെ സഹോദരന്റെ മകൻ. ഈ ഹാരിസ എന്ന അടിമക്കുട്ടിയെ ഖദീജ ബീവിക്ക് സമ്മാനമായി നൽകിയിട്ടുണ്ട്. ഖദീജ ബീവി എന്നിട്ട് ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം നൽകി. റസൂലുള്ളാഹി കുട്ടിയെ മോചിപ്പിച്ച് പിന്നീട് ഉമ്മു ഐമൻ ബീവിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, അതാണ് ഉസാമ. സെയ്ദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ ഗ്രൂപ്പിൽ പറയാൻ കാരണം ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചക ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരധ്യായമായിരുന്നു. ആ ഖദീജ ബീവിയുടെ വഫാത്ത് ദിനമാണ് പ്രമുഖ അഭിപ്രായ പ്രകാരം റമദാൻ 11. ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നമുക്ക് വീണ്ടും പറയാവുന്നതാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടോ സാലിഹായ മലായിക നിറഞ്ഞ സ്നേഹം കവിഞ്ഞ കാവ്യം ഇതൾ പൊഴിഞ്ഞു മണ്ണില്. കനകപുരിയിൽ കമലസുമമായി വാണസുന്ദരിയിൽ മഹിതനൂറിൻ മഹിമ കേട്ട് പ്രണയമൊഴുകിയ പറഞ്ഞു കേട്ടോ സാലിഹായ മലാക്കണേ തമ്പുരാനെ, ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാന്. ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റണേ റബ്ബേ. രോഗങ്ങൾക്ക് ശമനം നൽകണേ തമ്പുരാനെ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. കച്ചവടത്തിൽ, ഇടപാടുകൾ, ജോലികളിൽ, കൃഷികളിൽ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാന്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ തമ്പുരാനെ. വിവാഹം തീരുമാനിക്കപ്പെട്ടവരുടെ കാര്യങ്ങളിൽ നീ സന്തോഷകരമായ അവസ്ഥ നൽകണമേ തമ്പുരാനെ. വിവാഹ ജീവിതത്തിലുള്ളവർക്ക് നീ ഖൈറ നൽകണമേ തമ്പുരാനെ. ഇതിൽ പലരുടെയും മക്കളോ ഭർത്താക്കന്മാരോ കേൾക്കുന്നവരോ പലരും വിദേശ രാജ്യങ്ങളിലാണ്. എല്ലാ മുസീബത്തുകളിൽ നിന്ന് കാക്കണമേ തമ്പുരാനെ. നാട്ടിൽ കച്ചവടം ചെയ്യുന്നവരുടെ അവരുടെ കച്ചവടം ബർക്കത്ത് ചെയ്യണ തമ്പുരാനെ. റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹിയെ കിനാവിൽ കാണാനുള്ള ഭാഗ്യം നൽകണമേ തമ്പുരാനെ. മക്കയും മദീനയും പോകാൻ തൗഫീഖ് നൽകണേ റബ്ബേ. റഹ്മത്തിന്റെ 10 നാളത്തോടെ അവസാനിക്കാൻ പോവുകയാണ്. നിന്റെ ദിവ്യകാരുണ്യം നീ ഞങ്ങൾക്ക് ചൊരിയണമേ തമ്പുരാനെ. പടച്ചവനെ, വിസയുടെ പ്രശ്നമുള്ളവരുണ്ട്, പലപ്പോഴും വരാൻ പറ്റാത്ത ആളുകൾക്ക് നീ വരാനുള്ള തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. وبارك نبينا محمد صلى الله عليه وسلم. آمين يا أرحم الراحمين. ഒരു തവണ കൂടി ഷെയർ ചെയ്ത് പോയാൽ മതി കേട്ടോ. നിറഞ്ഞ സ്നേഹം കവിഞ്ഞ കാവ്യം ഇതൾ പൊഴിഞ്ഞു മണ്ണില്. കുളിരലകൾ തീർത്ത കടലേ, ഒരു തണലായി നിന്ന മരമേ. കുളിരലകൾ തീർത്ത കടലേ, ഒരു തണലായി നിന്ന മരമേ. വിട പറയുകയോ പോയി മറയുകയോ, വിട പറയുകയോ പോയി മറയുകയോ. പ്രാണൻ ഖദീജ, ഓ പ്രാണൻ ഖദീജ. തിരുനൂറിൻ ഖദീജ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.